നമ്മൾ ഇന്നത്തെ പരിപാടി നടക്കുന്നത് ഇടുക്കി ജില്ലയിലെ രാജമലയിൽ അപകടത്തിൽപ്പെട്ട് ഏതാണ്ട് 15ഓളം ജീവനുകൾ ഒഴിഞ്ഞു വന്നു. ഏതാണ്ട് 50ഓളം അടുത്ത് ആളുകൾ മണ്ണിനടിയിലാണെന്ന് എന്നുള്ള ഒരു വാർത്ത നമ്മളെല്ലാവരും ശ്രമിച്ചിരിക്കുകയാണ്. ആ ദുരന്തത്തിൽ മരണപ്പെട്ടിട്ടുള്ള ആളുകളുടെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു മിനിറ്റ് ആദ്യമായിട്ട് നമ്മുടെ മൗനമാണ്. ഈ കച്ചറാലിയുടെ സ്വാഗത പ്രസംഗത്തിനായി ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ മോഹൻ മാസ്റ്റർ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിശക്തമായ പ്രക്ഷോഭവുമായി BJP മുന്നോട്ട് പോവുകയാണ്. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സമരത്തിന്റെ ഭാഗമായി BJPയുടെ ദേശീയ നിർവാഹക സമിതി അംഗം തെലങ്കാനയുടെ പ്രഭാരി കൂടിയായിട്ടുള്ള കൃഷ്ണദാസ് ജി സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ്. അദ്ദേഹമാണ് കാലത്ത് നിരാഹാര സമരം ആരംഭിച്ചുകൊണ്ട് കോഴിക്കോട് ഓഫീസിൽ നിരാഹാര സമരം ആരംഭിച്ചുകൊണ്ട് ദീർഘമായി സംസാരിക്കാൻ സമയമില്ല, സമയം കഴിയുകയാണ്. അതുകൊണ്ട് ഭാഗത്തിലേക്ക് നേരിട്ട് കടക്കുക. ഈ പരിപാടി സമാപന സമ്മേളന വർഷംറാലി ഔപചാരികമായ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രിയങ്കരനായ പാർട്ടിയുടെ ആരാധ്യനായ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രമോദിയാണ്. അദ്ദേഹത്തെ ജില്ലാ സമിതിക്ക് വേണ്ടി ആദ്യമായി സ്വാഗതം ചെയ്തു. അതേപോലെ തന്നെ ഈ കാലത്ത് ആരംഭിച്ച നിരാഹാര സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ സമാരാധ്യനായ കൃഷ്ണദാസ് ജി കോഴിക്കോട് ജില്ലാ സമിതിയുടെ ആദ്യമായ സ്വാഗതം ആശംസിച്ചു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ രഘുനാഥ്, കലാ സാംസ്കാരിക രംഗത്ത് അറിയപ്പെടുന്ന ഇല്യക്കട്ട് നമ്പൂതിരി, കലാ സാംസ്കാരിക രംഗത്ത് അറിയപ്പെടുന്ന ഇല്യക്കട്ട് നമ്പൂതിരി ഈ വേദിയിൽ മുഖ്യാതിഥിയായി ഈ പരിപാടി അവസാനിപ്പിക്കും. അദ്ദേഹത്തെയും ജില്ലാ സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യും. ഉത്തരമേഖലാ ജനറൽ സെക്രട്ടറി ശ്രീ പി ജയന്ദ്രജി, അദ്ദേഹത്തിന് ഈ അവസരത്തിൽ സ്വാഗതം ആശംസിച്ചു. BJPയുടെ ജില്ലാ സെക്രട്ടറി രാജീവ് കുമാർ, ജില്ലാ ഉപാധ്യക്ഷ ലക്ഷ്മി ടീച്ചർ, പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ രതീഷ് ബാബു, സംസ്ഥാന കൗൺസിൽ അംഗം സാർ തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാധ്യനായ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ PK സജീവനത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടി റിപ്പോർട്ട് ചെയ്യാനെത്തിയിട്ടുള്ള മുഴുവൻ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി ജില്ലാ അധ്യക്ഷൻ PK സജീവനത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ, ഉപവാസ സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീ പി കെ കൃഷ്ണദാസ്, നാരങ്ങാനീര് നൽകി ഈ സമരം അവസാനിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന സിനിമ സീരിയൽ രംഗത്തെ പ്രശസ്തനായ ശ്രീ ഇല്യക്കട്ട് നമ്പൂതിരി, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ പി രഘുനാഥ്, മേഖലാ ജനറൽ സെക്രട്ടറി ശ്രീ പി ജിതേന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ രതീഷ് ബാബു, ജില്ലാ ഭാരവാഹികളായ ശ്രീ വിജയലക്ഷ്മി ടീച്ചർ, ശ്രീ രാജീവ് കുമാർ, ശ്രീ ഇ പ്രശാന്ത് കുമാർ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, മാധ്യമപ്രവർത്തകരെ, നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ
സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിലായി പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ, സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള അതിപ്രധാനപ്പെട്ട നേതാക്കന്മാർ ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് ഒരു സമരമുഖം തുറന്നത്. ഓരോ നാൾ കഴിയുന്തോറും ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തിയിട്ടുള്ള ആവശ്യങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പരാമർശിച്ചുകൊണ്ട് NIA നടത്തിയിട്ടുള്ള പരാമർശം സത്യത്തില് തീവ്രവാദികളുടെ താവളമായി, അന്താരാഷ്ട്ര ഭീകരവാദികളുടെ താവളമായി കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പറയുന്നത് എനിക്കൊന്നും അറിയില്ല എന്നുള്ളതാണ്. അതിന് ബാക്കി എല്ലാവരും പറയുന്ന മറുപടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയെക്കാളും എല്ലാ കാര്യവും അറിയാവുന്ന ആൾ സ്വപ്നയായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ 4 കൊല്ലം, ഇന്നിപ്പോ ഏറ്റവും ഒടുവിൽ ഇറങ്ങിയിരിക്കുന്ന ട്രോളിൽ പറയുന്നത്, കഴിഞ്ഞ 4 കൊല്ലമായി മലയാളികൾ മനസ്സമാധാനം എന്താണെന്ന് അറിഞ്ഞു. ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അതുകൊണ്ട് ഒരു നിമിഷം പോലും പിണറായി വിജയന് തന്റെ മുഖ്യമന്ത്രി കസേരയിൽ തുടരാൻ ധാർമ്മികമായിട്ട് അവകാശമില്ല. അദ്ദേഹം രാജിവെക്കുന്നത് വരെ വിവിധ രൂപത്തിൽ, വിവിധ ഭാവത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായി സമരരംഗത്തുണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമാപന സമ്മേളനം, വെർച്വൽ റാലി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ സമാരാധ്യനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ VK സജീവൻ അവർ ഉപവാസ സമരത്തിന് നേതൃത്വം നൽകിയ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും കേരളത്തിലെ മുതിർന്ന നേതാക്കളിൽ പ്രമുഖനുമായിട്ടുള്ള ശ്രീ VK കൃഷ്ണദാസ് അവർ, അദ്ദേഹത്തിന് നാരങ്ങാനീര് നൽകിക്കൊണ്ട് ഈ ഉപവാസം അവസാനിപ്പിക്കാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിയിട്ടുള്ള കോഴിക്കോട്ടുകാർക്ക് സുപരിചിതനായ പ്രിയപ്പെട്ട ശ്രീ ഇലിക്കട്ട്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി P. രഘുനാഥ്, ജില്ലാ ജനറൽ സെക്രട്ടറി M. മോഹനൻ മാസ്റ്റർ, മേഖലാ ജനറൽ സെക്രട്ടറി ശ്രീ വിജേന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ രജനീഷ് ബാബു, ശ്രീ പ്രശാന്ത് കുമാർ, ശ്രീ രാജീവ് കുമാർ, ശ്രീമതി വിജയലക്ഷ്മി ടീച്ചർ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് ആദരണീയരായിട്ടുള്ള നേതാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. VK സജീവൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് പ്രളയക്കെടുതിയിൽ മണ്ണിടിച്ചിലിൽ മരണമടഞ്ഞ ഇടുക്കിയിലെ സഹോദരന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ ദുരന്ത പ്രതിരോധ പ്രവർത്തനങ്ങളെ ഈ സമയത്ത് വിമർശിക്കാമോ എന്ന് എനിക്കറിയില്ല. കാരണം ഈ ഒരു ദുരന്തത്തെ നമ്മളെല്ലാവരും ചേർന്നാണ്, സമൂഹം ഒന്നാകെ ചേർന്നാണ് നാം അതിജീവിക്കാൻ ശ്രമിക്കുന്നത്, നേരിടുന്നത്. പക്ഷെ ഒരു ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 വർഷത്തെ മഹാമാരിയുടെയും പ്രളയത്തിന്റെയും അനുഭവത്തിൽ നിന്ന് ഈ സർക്കാർ ഒന്നും പഠിച്ചില്ല എന്നുള്ളതാണ് ഈ വർഷം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന അനുഭവം വ്യക്തമാക്കുന്നത്.
ദുരന്തമുണ്ടായതിനു ശേഷം നടപടിയെടുക്കുക എന്നുള്ളത് ഒരു പഴയ നിലപാടാണ്. ലോകം മുഴുവൻ ആ നിലപാടിൽ നിന്ന് മാറി ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവുന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിന്റെ ഫലം ചെറുതാക്കാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള മുൻകരുതലുകളും ദുരന്ത പ്രതിരോധ നടപടികളും എടുക്കുന്ന കാര്യത്തിൽ ലോകത്തെല്ലായിടത്തുമുള്ള ഗവൺമെന്റുകൾ വളരെ ആസൂത്രിതമായിട്ട് നടപടികളെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഈ കേരളം ഇപ്പോഴും പഴയ സ്ഥിതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ദുരന്ത നിവാരണത്തിനോ ദുരന്ത പ്രതിരോധ പ്രവർത്തനങ്ങൾക്കോ ആവശ്യമായ പണമില്ലാത്തതിന്റെ പേരിലല്ല, എന്നാൽ മുൻകരുതലുകൾ എടുക്കുന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. നമ്മുടെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ, വൃഷ്ടി പ്രദേശങ്ങൾ, ഇത്തരം ദുരന്ത സാധ്യത മേഖലകളെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ ഗവൺമെന്റിന് മുമ്പിലില്ലേ? കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നമ്മുടെ ഗവൺമെന്റിന് മുമ്പിലില്ലേ? ഈ കാലാവസ്ഥാ മുന്നറിയിപ്പുകളുടെയും ദുരന്ത പ്രദേശങ്ങളെ സംബന്ധിച്ചുള്ള മുൻകൂട്ടി അറിവിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അവിടങ്ങളിൽ എന്ത് നടപടിയാണ് എടുത്തത് എന്ന് നോക്കുമ്പോഴാണ് ഇടുക്കിയിൽ ഇന്ന് സംഭവിച്ചതിന്റെ ദാരുണമായ ചിത്രം നമ്മെ എല്ലാവരും ഞെട്ടിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറയുന്ന അവിടെ എല്ലാ മെഡിക്കൽ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. എവിടെ മെഡിക്കൽ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്? അവിടെ എവിടെയാണ് മെഡിക്കൽ ഫെസിലിറ്റി ഉണ്ടായിരുന്നത്? താഴെയെല്ലാം ഏർപ്പാട് ചെയ്തിരിക്കുന്നതാണ്, ഒന്നും ഏർപ്പാട് ചെയ്തിട്ടില്ല. ആവശ്യത്തിനുള്ള രക്ഷാപ്രവർത്തകർ, നമ്മുടെ ദുരന്ത നിവാരണ പ്രവർത്തകർ, അവരുടെ യൂണിറ്റുകൾ പോലീസുകാരുടെ സംഘം, മറ്റ് അവശ്യ സർവീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ സംഘം, ഇതൊന്നും അവിടെ ആവശ്യത്തിനുണ്ടായിരുന്നില്ല. മര്യാദയ്ക്ക് വാഹനങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. യാത്രാ ദുർഘടം പിടിച്ച സ്ഥലമാണെന്നറിയാം, എന്നാലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കാര്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങളോ മുൻ നടപടികളോ ഉണ്ടായില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ സമയത്ത് അത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ഉചിതമാണോ എന്നുള്ള കാര്യത്തിൽ ഒരുപക്ഷെ തർക്കമുണ്ടായേക്കാം. പക്ഷേ ഇത് ആദ്യത്തെ സംഭവമല്ല കേരളത്തിൽ ഇങ്ങനെ തുടർച്ചയായിട്ടുണ്ടായിട്ടുണ്ട്. 3ാമത്തെ വർഷമാണ് തുടർച്ചയായിട്ടുണ്ടാകുന്നത്. ദുരന്ത പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക്, ദുരന്ത നിവാരണത്തിന് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ വാങ്ങാൻ, വാഹനങ്ങൾ വാങ്ങാൻ, മറ്റ് സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ, മറ്റ് ആസൂത്രണത്തിന്റെ പിഴവാണ്, തയ്യാറെടുപ്പിന്റെ പോരായ്മയാണ്. ഓരോ കൊല്ലവും ഉണ്ടാകുന്ന ദുരന്തങ്ങളിൽ നാം എത്രയധികം മനുഷ്യജീവനുകളാണ് ഇവിടെ മരിച്ചു വീഴുന്നത്. ദുരന്തം ഉണ്ടാകുമ്പോഴെല്ലാ മാധ്യമങ്ങളിലും വലിയ വാർത്തകൾ വരും, എല്ലാവരും അങ്ങോട്ട് ഓടും. അതിനുശേഷം ഒരുപാട് വാർത്തകൾ ധാരാളമായിട്ട് ഒരാഴ്ച അത് ചർച്ച ചെയ്യപ്പെടും. പക്ഷെ ദുരന്തത്തിന്റെ പ്രധാനപ്പെട്ട വിവരങ്ങളും അതിന്റെ ആദ്യത്തെ വാർത്തകളും പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഈ വർഷത്തെ തന്നെ അനുഭവമാണ്. കഴിഞ്ഞ വർഷം പുത്തുമലയിൽ, മേപ്പാടിയിൽ, പുത്തുമലയിലും കവളപ്പാറയിലും ഉണ്ടായിട്ടുള്ള ഭീകരമായിട്ടുള്ള ദുരന്തം, ആ ദുരന്തത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കാനുള്ള എന്ത് നടപടിയാണ് ഈ ഗവൺമെന്റ് എടുത്തത്? ഇന്നും മേപ്പാടിയിലെ പുത്തുമലയിൽ ഏതാനും പാവപ്പെട്ട ആദിവാസികൾ താമസിക്കുന്ന കുടിലുകളിൽ, ലയങ്ങളിൽ അവിടെ വലിയ ഭീഷണി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കും. എന്ത് നടപടിയാണ് ഈ ഗവൺമെന്റ് എടുത്തത്? പുത്തുമലയിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ള ഭീകരമായിട്ടുള്ള മലവെള്ളപ്പാച്ചിൽ ഒരു പ്രദേശം മുഴുവൻ മണ്ണിനടിയിൽ പോയതാണ്. അതിന് തൊട്ടടുത്തുള്ള സ്ഥലത്താണ് ഇന്ന് വീണ്ടും അത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നത്. ഒരു ഗവൺമെന്റ് എന്ന് പറയുമ്പോ വൈകുന്നേരം 6 മണിക്ക് എഴുതി കൊടുക്കുന്ന പ്രസ്താവന വായിക്കുന്ന ജോലി മാത്രമല്ല ഒരു ഗവൺമെന്റ് നേതൃത്വം നൽകുന്ന ആളുകൾക്കുള്ളത്. ഇത്തരം കാര്യങ്ങളിലെ നടപടികൾ യഥാസമയം പരിശോധിച്ച് അതിനാവശ്യമായിട്ടുള്ള മുൻകരുതലുകളും നടപടികളും ആശ്വാസ നടപടികളും എടുക്കുന്നതിലാണ് ഗവൺമെന്റിന്റെ വിജയം എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ദയനീയമായിട്ടുള്ള പരാജയമാണ്. കവളപ്പാറയിലെയും പുത്തുമലയിലെയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എവിടെയും എത്തിയിട്ടില്ല. അവർക്ക് വീടുകളായിട്ടില്ല, പുനരധിവാസം നടന്നിട്ടില്ല.
അവർക്ക് വേണ്ടി നീക്കിവെച്ച പണം അതിന്റെ 1/5 പോലും ചെലവഴിച്ചില്ല. കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷവും സംസ്ഥാനത്തെ പ്രളയത്തിന് പേരിൽ സമാഹരിച്ച പണം, പ്രളയ ദുരിതാശ്വാസ നിധി ഇതുപോലെ കൊള്ളയടിക്കപ്പെട്ട ഒരു സംസ്ഥാനവും കേരളത്തിലില്ല. CPM-ന്റെ നേതാക്കന്മാരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏജൻസികളുമെല്ലാം വലിയ തോതിലുള്ള കൊള്ളയാണ് പ്രളയ ദുരിതാശ്വാസത്തിന്റെ നിധിയിൽ നിന്നും അടിച്ചു മാറ്റിയിരുന്നു. ഒരു നടപടിയും ഈ ഗവൺമെന്റ് എടുക്കുന്നു. പ്രളയത്തിന് വേണ്ടി സമാഹരിച്ച സാലറി ചാലഞ്ചിലൂടെ പാവപ്പെട്ട മനുഷ്യർ അവരുടെ ആടിനെയും പശുവിനെയും അടക്കം വിറ്റതിലൂടെ സഹായിച്ച നമ്മുടെ പ്രവാസി സഹോദരന്മാരെ അവരുടെ അത്യധ്വാനത്തിന്റെ ഫലം മുഴുവൻ സഹായിച്ച് നാം സ്വരൂപിച്ചു വെച്ച പ്രളയ ദുരിതാശ്വാസ നിധി. മുഖ്യമന്ത്രി, എന്താണ് താങ്കൾ ആ പ്രളയ ദുരിതാശ്വാസ നിധിയിൽ ഭൂതം നിധി കാക്കുന്നത് പോലെ ഇങ്ങനെ കാത്തുവെച്ചിരിക്കുന്നത്? നിങ്ങൾ എന്ത് നടപടിയാണ് എടുത്തത്? റീബിൽഡ് കേരള എവിടെ? ഇന്നും പാലം പൊളിഞ്ഞിരിക്കുകയാണ്. ആ നമ്മുടെ ഇടുക്കിയിലേക്കുള്ള യാത്ര, ഈ പറഞ്ഞ സ്ഥലത്തേക്കുള്ള ഇടവലക്കുടിയിലേക്ക് പറയുന്ന സ്ഥലത്തേക്കുള്ള യാത്ര ആളുകൾക്ക് പോകാൻ കഴിയുന്നില്ല. ഒരു പാലം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിരിക്കുന്നു. മിസ്റ്റർ പിണറായി വിജയൻ, ആ പാലം നിങ്ങളുടെ റീബിൽഡ് പുനരധിവാസത്തിന്റെ ഭാഗമായി ഈ വർഷം പുതുക്കി പണിത് നല്ല പാലമാക്കി മാറ്റേണ്ട പാലമായിരുന്നു. എന്ത് നടപടിയാണ് നിങ്ങൾ എടുത്തത്? നിങ്ങൾ എവിടെയാണ് ഈ പണമെല്ലാം ഉപയോഗിച്ച് പുനരധിവാസ പ്രവർത്തനങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിയിട്ടുള്ളത്? ഇന്നും പ്രഖ്യാപിച്ച പദ്ധതികളുടെ 40% പോലും പൂർത്തിയാക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ഈ ദുരന്തത്തിനിടയിൽ ഇത് പറയേണ്ടി വരുന്നതിൽ ദുഃഖമുണ്ട്. ഗവൺമെന്റിന്റെ അക്ഷരാർത്ഥത്തിലുള്ള പിടിപ്പുകേട്, ഗവൺമെന്റിന്റെ തയ്യാറെടുപ്പില്ലായ്മ, ഗവൺമെന്റിന്റെ അലംഭാവം, ഈ കാര്യത്തിൽ ഓരോ കൊല്ലവും മനുഷ്യൻ ഈ ദുരന്തം അനുഭവിക്കാൻ വിധിക്കപ്പെടുന്നത് ഗവൺമെന്റിന്റെ ഈ നടപടികൾ കൂടി കാരണമാണ്. അല്ലാതെ മഴ പെയ്യുന്നത് കൊണ്ട് മാത്രമല്ല. മഴ പെയ്തതുകൊണ്ട് മാത്രമല്ല, കഴിഞ്ഞ മുമ്പിലത്തെ കൊല്ലം പ്രളയം ഉണ്ടായതെന്ന് എല്ലാവർക്കും അറിയാം. അതൊരു മാൻ മെയ്ഡ് പ്രളയമാണെന്ന് ശാസ്ത്രലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഡാം മാനേജ്മെന്റ് സംവിധാനങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഒറ്റയടിക്ക് ഡാമുകൾ തുറന്നുവിടാനുള്ള തീരുമാനം, അനാവശ്യമായ തനി വിവരക്കേട്ട തീരുമാനം ഒരു ഗവൺമെന്റ് എടുത്തതുകൊണ്ടാണ് അത്രയേറെ മനുഷ്യജീവനുകൾ ആ വർഷം നഷ്ടമായത്. ഞാൻ ഭയപ്പെടുന്നു, ഞങ്ങൾ ഭയപ്പെടുന്നു. മഴയുടെ ആ വർഷം നഷ്ടമായത്. ഞാൻ ഭയപ്പെടുന്നു, ഞങ്ങൾ ഭയപ്പെടുന്നു. മഴയുടെ ഈ പോക്കാണ് കാണുന്നതെങ്കിൽ സംസ്ഥാനത്ത് പലയിടത്തും ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ആ ദുരന്തങ്ങളെ മുൻകൂട്ടി കണ്ട് അത്തരം സ്ഥലങ്ങളിൽ ആവശ്യമായിട്ടുള്ള നടപടികളും സൗകര്യങ്ങളും ഒരുക്കാൻ ഗവൺമെന്റ് ഇപ്പോഴേ തയ്യാറായില്ലെങ്കിൽ ദുരന്തം പഴയതുപോലെ വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടി വരും. മാസത്തിൽ എത്രയോ കോടി ചെലവഴിച്ച് ഹെലികോപ്റ്റർ വാങ്ങി അവിടെ വെച്ചിട്ടുണ്ടല്ലോ. എന്താണ് ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതല്ലേ? നമ്മുടെ നേവിയുടെയും മറ്റ് സൗകര്യങ്ങൾ കേരളത്തിന് മാത്രമായിട്ട് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമല്ലോ ഈ കാലത്ത്. തൊട്ടടുത്ത അയൽ സംസ്ഥാനങ്ങളിലൊന്നും മൺസൂണിന്റെ ഇത്രയും ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങളില്ലല്ലോ. എന്താണ് ഗവൺമെന്റ് എടുത്തിരിക്കുന്ന നടപടി? ആശുപത്രി സംവിധാനങ്ങൾ ഒരുക്കാൻ, ഡോക്ടർമാരെ എത്തിക്കാൻ, മരുന്നും മറ്റ് അടിയന്തര സൗകര്യങ്ങളും എത്തിക്കാൻ, പ്രതിരോധ പ്രവർത്തകരെ സമയത്തിനകത്ത് എത്തിക്കാനൊക്കെ ഇത്തരം സൗകര്യങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതല്ലേ? ദുരന്തം വന്നതിന് ശേഷം എല്ലാവരും ചേർന്ന് കൈമലർത്തിയതുകൊണ്ടോ കുറെ അധികം അതിന് വേണ്ടിയിട്ടുള്ള വർത്തമാനങ്ങൾ പറഞ്ഞതുകൊണ്ടോ കാര്യമില്ല. സംസ്ഥാന ഗവൺമെന്റിന് ഇതിലൊന്നും താല്പര്യമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. സംസ്ഥാന ഗവൺമെന്റ് ആകെ ഇപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴി എന്നുള്ളതാണ്. ഗവൺമെന്റിന് സാധാരണക്കാരുടെ പ്രശ്നങ്ങളൊന്നും നോക്കാനുള്ള സമയമില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇപ്പോ ആ ഓഫീസിൽ നടന്ന തട്ടിപ്പുകളും കൊള്ളയും എല്ലാം മാറ്റാനുള്ള ശ്രമത്തിലാണ് മുഖ്യമന്ത്രി ഏർപ്പെട്ടിരിക്കുന്നത്. ഇന്നും CCTV ദൃശ്യങ്ങൾ ഈ 2 ആഴ്ച കഴിഞ്ഞിട്ട് കൊടുക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ നേതൃത്വം നൽകുന്ന
മാഫിയ സംഘങ്ങളും തന്റെ ഓഫീസിലും ബന്ധപ്പെട്ട സ്ഥലങ്ങളിലും എല്ലാം വന്ന് നിറങ്ങിയിട്ട് ഒന്നും അറിയാത്ത പോലെ പിണറായി വിജയൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. എൻഐഎ കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസ് ഡയറി സീൽ വെച്ച കവറിലാണ് ഞാനത് സമ്മതിക്കുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ജഡ്ജിയുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി എൻഐഎ പറഞ്ഞപ്പോ കാര്യങ്ങളൊക്കെ ഏതാണ്ട് ജനങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ ഇക്കാര്യം ആദ്യമേ പറഞ്ഞതാണ്. അവർ എൻഐഎ അന്വേഷിക്കാൻ വരുന്നതിന് മുമ്പും ഒരു കേന്ദ്ര ഏജൻസി അന്വേഷണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ മുഖ്യമന്ത്രിക്ക് പിണറായി വിജയനുമായി 2017 മുതൽ അടുത്ത ബന്ധമുണ്ട്. അല്ല, ഈ പിണറായി വിജയന് സ്വപ്ന സുരേഷുമായിട്ട് 2017 മുതൽ അടുത്ത ബന്ധമുണ്ട്. അവർക്ക് പരസ്പരം അറിയാം. മുഖ്യമന്ത്രിയെ അറിയാൻ സ്വപ്നയ്ക്ക് അറിയുന്ന പറഞ്ഞാൽ വാർത്തയില്ല. മുഖ്യമന്ത്രിക്ക് സ്വപ്നയെയും അറിയാം, മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കും സ്വപ്നയെ അറിയാം. ഈ കള്ളക്കടത്തുകാരുമായിട്ട് പലയിടത്തും അവർ കണ്ടിട്ടുണ്ട്. ഈ സ്വപ്ന സുരേഷിന് വഴിവിട്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുമ്പോഴും മുഖ്യമന്ത്രി അതിനെല്ലാം അവരുടെ സാക്ഷിയായിരുന്നു. മുഖ്യമന്ത്രി അറിയാതെ ശിവശങ്കർ ഇക്കാര്യത്തിൽ ഒരു നടപടിയും എടുക്കാൻ സാധിക്കില്ല. സംസ്ഥാന മുഖ്യമന്ത്രിയുമായി നല്ല ബന്ധമാണ് ഈ അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘത്തിനുള്ളത്. അതിന്റെ നായക സ്ഥാനത്തിരിക്കുന്ന അവതാരങ്ങൾക്കുള്ളത് എന്നുള്ള കാര്യം അന്വേഷണ ഏജൻസികൾക്ക് ബോധ്യമായിട്ടുള്ളതാണ്. ശിവശങ്കർ മെന്ററാണെന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ അനുഗ്രഹാശിസുകളുണ്ട്, ഉപദേശ നിർദ്ദേശങ്ങളുണ്ട്, അദ്ദേഹത്തിന്റെ അറിവും സമ്മതവും ഉണ്ട്. ഇതെല്ലാം അറിഞ്ഞിട്ടും മുഖ്യമന്ത്രി പറയുകയാണ്, ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല, എല്ലാം കേന്ദ്രം ചെയ്തുകൊണ്ട്. കേന്ദ്രം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ തന്റെ ഓഫീസിനെ കുറിച്ച് വന്ന ആരോപണത്തെ വസ്തുതാപരമായി മറുപടി പറയാനുള്ള ബാധ്യത ശ്രീ പിണറായി വിജയനില്ലേ? രാഷ്ട്രീയത്തിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളത് ജനാധിപത്യത്തിന്റെ ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ്. ഒരു ഗവൺമെന്റിനെതിരായി ചോദ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് വസ്തുതാപരമായ ഉത്തരം നൽകേണ്ടതില്ല. എന്നെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ഏതാണ്ട് 1 മാസക്കാലമായി കേരളത്തിലെ ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരക്ഷരം ഇതുവരെ മുഖ്യമന്ത്രി പറഞ്ഞില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിലെ ഒരംഗം KT ജലീൽ പച്ചക്കള്ളം, അദ്ദേഹം ഒരു ചോദ്യത്തിനും ശരിയായ ഉത്തരം നൽകുന്നില്ല, പച്ചക്കള്ളം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കള്ളക്കടത്തിന് സർക്കാർ വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, സർക്കാർ ഓഫീസുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ഗുരുതരമായ ആരോപണം BJP ആദ്യഘട്ടത്തിൽ തന്നെ ഉന്നയിച്ചതാണ്. സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് പലരും ചോദിച്ചു, ഇതൊരു അതിശയോക്തി വരെ കലർന്ന വിമർശനമല്ലേ? അന്ന് സിയാറ്റിൽ പോലീസ് ഒരു അന്വേഷണം നടത്തിയിരുന്നില്ല. സിയാറ്റിൽ NIA-യോ കസ്റ്റംസോ അന്വേഷണം നടത്തിയിരുന്നില്ല, ആരെയും ചോദ്യം ചെയ്തിരുന്നില്ല. ഇപ്പോ NIA-യും കസ്റ്റംസും സിയാറ്റിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്തിരിക്കുന്നു. കോൺസുലേറ്റിലേക്ക് അവിടെ നിന്ന് കവറുകൾ വന്നിട്ടുണ്ട്. ജയിലിൽ നേരത്തെ പറഞ്ഞ കള്ളം വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ പോലും റംസാൻ കാലത്ത് കുറെ ഗ്രോസറി കൊടുക്കാൻ എന്നെ വിളിച്ചൊന്നാണ്, ചാക്ലേറ്റായിട്ടല്ല. അന്ന് പറഞ്ഞത് ആ സാധനങ്ങൾ കേരളത്തിലെ കൺസ്യൂമർ ഫെഡിൽ നിന്ന് വാങ്ങി ചാക്കിലാക്കിയിട്ട് കൊടുക്കുന്നതാണ് പറഞ്ഞത്. ഇപ്പോഴാണ് സിയാറ്റിലേക്കും കോൺസുലേറ്റിൽ നിന്ന് പാക്കറ്റുകൾ വന്നിരിക്കുന്നു, കിറ്റുകൾ വന്നിരിക്കുന്നു. 1, 2 അല്ല, 100 കണക്കിന് കിറ്റുകൾ വന്നു എന്നാണ് പറയുന്നത്. സിയാറ്റിലേക്ക് എന്തിനാണ് കിറ്റുകൾ വരുന്നത്? കോൺസുലേറ്റും സിയാറ്റും തമ്മിൽ എന്താണ് ബന്ധം? ഇപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടതിൽ വിധേയമായിട്ടുള്ള അബ്ദുറഹിമാൻ ജലീലിന്റെ ആരാണ്? എന്താണ് സിയാറ്റിലേക്ക് ഈ കവറുകൾ വരാനുള്ള, കിറ്റുകൾ വരാനുള്ള കാരണം? അദ്ദേഹം പറയുന്നത് ഖുറാനുകളാണ് വന്നിരിക്കുന്നത്.
ഖുറാനുകൾ കൊടുക്കാൻ ഞങ്ങളുടെ സർക്കാർ രാജ്യം തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ഒരു പതിവ് ഞങ്ങൾക്കില്ല. UAE അങ്ങനെ ലോകത്ത് ഒരു രാജ്യത്തും ഖുറാൻ കൊടുക്കാറില്ല. അവർ തന്നെ പറയുന്നു. എങ്ങനെയാണ് ഖുറാൻ ഇതിൽ വന്നത്? ഈ കേസ് KT ജലീൽ കുറ്റക്കാരനാണെന്ന വിവരം പുറത്തു വന്നപ്പോൾ തന്നെ അദ്ദേഹം മതത്തെ ഉപയോഗപ്പെടുത്തി രക്ഷപ്പെടാൻ ആദ്യം ശ്രമിച്ചത്. കാരണം BJP ആണ് കേന്ദ്രം ഭരിക്കുന്നത്, നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി. അതുകൊണ്ട് അവിടെ ഒരു സ്കോപ്പ് ഉണ്ട്. നല്ല BJP അധികാരത്തിലിരിക്കുമ്പോൾ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുകയാണ് എന്ന് പറഞ്ഞു വെക്കാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. മിസ്റ്റർ ജലീൽ, താങ്കൾ മന്ത്രിസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഈ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തികൾക്കെല്ലാം കൂട്ടുനിന്നു എന്നുള്ളത് ഒരു കാര്യം. അതേപോലെ ഭീകരമാണ് താങ്കളുടെ മനസ്സും. ഈ പ്രശ്നത്തെ വർഗീയതയുടെ തലത്തിലേക്ക് കൊണ്ടുപോകാൻ, വിശ്വാസവുമായി കൂട്ടിക്കെട്ടാൻ, മതവിദ്വേഷം ജനങ്ങളിൽ ഉണ്ടാക്കാനുള്ള ശ്രമവും അങ്ങയുടെ മനസ്സിപ്പോഴും 30 കൊല്ലം മുമ്പുള്ള അതേ മനസ്സ് തന്നെയാണ്, പഴയ സിമി മനസ്സ് തന്നെയാണ് ശ്രീ KT ജലീലിനുള്ളത് എന്നുള്ളതിന്റെ തെളിവാണ് ഈ പ്രശ്നത്തെ മതവൽക്കരിക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമം കാണിക്കുന്നത്. 30 കൊല്ലം മുമ്പ് അങ്ങ് ഏത് സംഘടനയിലായിരുന്നോ പ്രവർത്തിച്ചത്, ആ സംഘടനയുടെ മനോഭാവം തന്നെയാണ്, മനസ്സ് തന്നെയാണ് അങ്ങേക്ക് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരനായി പുറത്തേക്ക് അഭിനയിക്കുമ്പോഴും ഉള്ളത് എന്നുള്ളത് കൊണ്ടാണ് താങ്കൾ സക്കാത്തിനെ അത് ഉപയോഗിച്ചത്. ഒരു സക്കാത്തും ഇല്ല. ഒരു മുസ്ലിങ്ങളും പെരുന്നാൾ കഴിഞ്ഞാൽ സക്കാത്ത് വാങ്ങാറില്ല. ഈ നാട്ടിലെ ഒരു വിശ്വാസിയും ആ നോയമ്പ് കഴിഞ്ഞാൽ പിന്നെ സക്കാത്ത് വാങ്ങാറില്ല. അതൊരു മതപരമായ ചടങ്ങാണ് ആ കാലത്ത്. അത് പണക്കാരും പാവപ്പെട്ടവരും ഒക്കെ വാങ്ങും, പണക്കാരനും വാങ്ങും. വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. നോമ്പും കഴിഞ്ഞ് പശുവും പോയി മോരുടെ പുളിയും പോയി എന്ന് പോയി എന്ന് പറഞ്ഞ് 1.5 മാസം 2 മാസം കഴിഞ്ഞിട്ടാണ് ഇയാൾ സക്കാത്ത് കൊടുക്കുന്നത്. അതിന്റെ പച്ച കള്ളമായിരുന്നു. ശരി, ഇപ്പൊ പറയാണ് ഖുറാനാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഖുറാനാണെങ്കിൽ എത്ര ഖുറാൻ, എവിടുന്ന് ആ പാക്കറ്റുകൾ വന്നു? UAE അങ്ങനെ ഖുറാൻ കൊടുക്കില്ലെന്ന് പറഞ്ഞപ്പോൾ എവിടുന്നാ വന്നത്? ഖുറാൻ ഇപ്പൊ എവിടെ ഇല്ലാത്ത? കേരളത്തിലെ ഏത് ആരാധനാലയത്തിലാണ് ഖുറാൻ ഇല്ലാത്തത്? കേരളത്തിലെ ഏത് മുസ്ലിം സഹോദരന്റെ കുടുംബത്തിലാണ് ഖുറാൻ ഇല്ലാത്തത്? ഏത് പള്ളിയിലേക്കായി ഖുറാൻ കൊണ്ടുപോയത്? ഈ ഖുറാൻ എന്തിനാണ് മൂവാറ്റുപുഴയിൽ ഇറക്കിയത്? ഈ ഖുറാൻ എന്താണ് എടപ്പാളിലേക്ക് പോയത്? വേറെ എവിടെയും ഖുറാൻ ആവശ്യമായിരുന്നില്ല. ഖുറാൻ സക്കാത്തും ഒക്കെ മലപ്പുറത്ത് മാത്രമേ പറ്റുന്നുണ്ടോ? ജലീൽ യുക്തിഭദ്രമായി ഈ ചോദ്യങ്ങളോട് മറുപടി പറയണം. താങ്കൾ എന്താണ് അവിടെ നിന്ന് കൊണ്ടുപോയത്? ലോഗ് ബുക്ക് ഉണ്ടോ? ഏത് വാഹനത്തിലാണ് കൊണ്ടുപോയത്? ആ വാഹനത്തിന്റെ ഡ്രൈവർ ആരായിരുന്നു? കൂടെ ഈ കെട്ടുകൾ ഇറക്കാൻ ആരൊക്കെ ഉണ്ടായിരുന്നു? ആരാണ് മൂവാറ്റുപുഴയിലും എടപ്പാളിലും ഈ കെട്ടുകൾ ഏറ്റുവാങ്ങിയത്? ഏറ്റുവാങ്ങിയ കെട്ടുകൾ ഇപ്പോൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? നിങ്ങൾ ലെഡ്ജർ കാണിക്കൂ. സിയാറ്റിലേക്ക് വന്ന സാധനങ്ങളുടെ കണക്ക് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? സിയാറ്റിന് ഇങ്ങനെ കോൺസുലേറ്റിൽ നിന്ന് കവർ വാങ്ങാനുള്ള അധികാരമുണ്ടോ? വേറെ രാജ്യത്തിന്റെ കോൺസുലേറ്റിൽ നിന്ന് സിയാറ്റിലേക്ക് ഇങ്ങനെ കവർ കൊടുത്ത് അയച്ചു, കെട്ട് കൊടുത്ത് അയച്ചു എന്ന് പറഞ്ഞാൽ മിസ്റ്റർ ജലീൽ പാകിസ്ഥാന്റെ എംബസിയിൽ നിന്ന് കുറെ കെട്ടുകൾ കൊടുത്തയച്ചാൽ എന്നാ പിന്നെ പൊളിച്ചു നോക്കാതെ ഖുറാനാണെന്ന് പറഞ്ഞ് കേരളത്തിൽ നിങ്ങൾ വിതരണം ചെയ്യോ? നിങ്ങൾ അതും ചെയ്യില്ലേ? എന്നിട്ട് അതിനെ മതത്തിന്റെ പേരിൽ ഉപയോഗിക്കുന്നു. നിങ്ങൾ കൊണ്ടുവന്നതൊന്നും ഖുറാൻ കെട്ടുകളല്ല, സംശയാസ്പദമാണ്, ദുരൂഹമാണ്. കള്ളക്കടത്തുകാരുമായി സ്വപ്നയുമായി നിങ്ങൾക്ക് ബന്ധമുള്ളത് കൊണ്ട് ഈ കള്ളക്കടത്ത് സംഘം കൊണ്ടുവന്ന കെട്ടുകളല്ല എന്ന് താങ്കൾ എങ്ങനെയാണ് സ്ഥാപിക്കാൻ പോകുന്നത്? നമ്മുടെ സ്വാതന്ത്ര്യ ദിനം അടുത്ത ആഴ്ച ആഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യ ദിനമാണ്. മലയാളികളുടെ മുമ്പിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഇങ്ങനെ രാജ്യദ്രോഹത്തിനും കള്ളക്കടത്തിനും കൂട്ടുനിൽക്കുന്ന സംസ്ഥാന നിയമസഭയിലെ ഒരു മന്ത്രി
പവിത്രമായിട്ടുള്ള ദേശീയ പതാക ആഗസ്റ്റ് 15 ഉയർത്താൻ പാടില്ല. അത് ആ ദേശീയ പതാകയോടും നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തോടും അഖണ്ഡതയോടും ഭരണഘടനയോടുമുള്ള വെല്ലുവിളിയാണ്. ഈ കെ.ടി. ജലീൽ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ ദേശീയ പതാക ഉയർത്താൻ പാടില്ല. ഈ സ്വാതന്ത്ര്യ ദിനത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടാൻ മുഖ്യമന്ത്രിയും CPI-ഉം തയ്യാറാവണം. ഒരു കാര്യവും ന്യായീകരിക്കാൻ താങ്കൾക്ക് കഴിയില്ല. താങ്കളുടെ അന്വേഷണം നടത്തിയ CRPയിലെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല എന്നാണ്. ഇത് ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങളിത് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. പൊളിച്ചു നോക്കിയിട്ടില്ല, പൊളിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു. അത്ര കാര്യങ്ങൾ അതീവ ഗൗരവതരമാണ്. രാജ്യ സുരക്ഷയെ പോലും വെല്ലുവിളിക്കുന്ന ഇടപാടുകളാണ് അധികാരത്തിന്റെ അകത്തളങ്ങളിൽ നടന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഈ കള്ളക്കടത്ത് സംഘം പല ഇടപാടുകൾ നടത്തിയിട്ടുള്ളത്. മന്ത്രിസഭയിൽ ഒരംഗം മാത്രമല്ല, വേറൊരംഗം കൂടിയുണ്ട്. അദ്ദേഹം കോൺസുലേറ്റിലേക്കാണ്. ഈ കോൺസുലേറ്റിനോടുള്ള പ്രേമം നാട്ടിലെ ജനങ്ങളുടെ ഒരു കാര്യത്തിൽ ഇവർക്ക് ഇടപെടാൻ നേരമില്ല. കോൺസുലേറ്റ് എന്ന് വിളിച്ചാൽ ഉടനെ ഫോൺ എടുക്കുന്നു, കോൺസുലേറ്റിലേക്ക് ഇടപെടൽ പോകുന്നു. തിരുവനന്തപുരത്ത് ഒരു മന്ത്രി പോയിട്ടുണ്ടെന്നാ പറഞ്ഞ അഴകിയ രാവണൻ. വേറൊരു അഴകിയ രാവണനും കൂടി കോൺസുലേറ്റിലേക്ക് ഇടപെടാൻ പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. മന്ത്രിമാരൊക്കെ കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാലത്ത്, സോളാർ സമരകാലത്ത് എന്താണോ നടന്നത് അതിന്റെ തനിയാവർത്തനം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. അന്ന് സരിതയായിരുന്നെങ്കിൽ ഇന്ന് സ്വപ്ന ഒരു വ്യത്യാസവും. അതുകൊണ്ട് ഇതൊരു നിസ്സാരമായിട്ടുള്ള സംഗതിയല്ല. ഉത്തരം ലഭിക്കേണ്ട 1000 ചോദ്യങ്ങൾ ശ്രീ പിണറായി വിജയനിൽ നിന്നും CPI-എമ്മിൽ നിന്നും ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. CPI-എം ഇതെല്ലാം മറുപടി പറയേണ്ട പാർട്ടിയല്ലേ? കോടാനുകോടി രൂപയുടെ കരാറുകൾ, കൺസൾട്ടൻസികൾ, രഹസ്യ ഇടപാടുകൾ, കൊള്ളകൾ, നിയമനങ്ങളെല്ലാം നടത്തി കാശുണ്ടാക്കുക. ഒരു 5-10 കൊല്ലം കൂടി സാധനം നിലനിൽക്കണമല്ലോ ഏത് ഈ പാർട്ടി. അതിനുവേണ്ടിയുള്ള അവസാനത്തെ അടവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടുന്ന് കിട്ടിയാലും വാരുക. അങ്ങനെ കോടാനുകോടി രൂപ സമ്പാദിച്ച് മുഖ്യമന്ത്രിയും പാർട്ടി എല്ലാം ചേർന്ന് കേരളത്തെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദാരുണമായ സ്ഥിതിക്കെതിരായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഒരു തുടർ പ്രക്ഷോഭം ആരംഭിച്ചിട്ടുള്ളത്. ഈ സമരം മുഖ്യമന്ത്രിയുടെ രാജി എന്നുള്ള യാഥാർത്ഥ്യമാവുന്നത് വരെ തുടരുക, ജനങ്ങളോടൊപ്പം നിന്ന് പോരാടുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളായിട്ട് ഓരോരുത്തരായിട്ടാണ് സത്യാഗ്രഹം ഇരിക്കുന്നത്. വയോധികനായിട്ടുള്ള കേരളത്തിലെ ഏക MLA ശ്രീ ഒ രാജഗോപാൽജി ആരംഭിച്ച് ചുറുചുറുക്കുള്ള മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ P.K. കൃഷ്ണദാസിന് അതിർത്തി നിൽക്കുകയാണ്. വരും ദിവസങ്ങളിൽ C.K. പത്മനാഭനെ പോലെ മറ്റ് മുതിർന്ന നേതാക്കളുടെ എല്ലാം നിരാഹാര സത്യാഗ്രഹങ്ങളും സമര പ്രക്ഷോഭ റാലികളും പാർട്ടിയും അതിന്റെ പോഷക സംഘടനകളും എല്ലാം വിവിധങ്ങളായിട്ടുള്ള പ്രക്ഷോഭങ്ങളും ഈ കാലത്തെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ വികാരം ഉയർത്തിപ്പിടിക്കാൻ ആവശ്യമായിട്ടുള്ള വലിയൊരു സന്നാഹമാണ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പോരാട്ടങ്ങൾക്കെല്ലാം ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും നിഷ്പക്ഷമതികളായിട്ടുള്ള സാധാരണക്കാരുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തിന് നേതൃത്വം നൽകിയ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ പ്രിയങ്കരനായ ശ്രീ P.K. കൃഷ്ണദാസ്ജിക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം. ഉപക്രമ പ്രസംഗത്തിനായി നമ്മുടെ ഉപവാസമിരിക്കുന്ന P.K. കൃഷ്ണദാസ് ക്ഷണിക്കുന്നു. ആദരണീയനായ അധ്യക്ഷൻ BJP-യുടെ കോഴിക്കോട് ജില്ലാ
പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് വി കെ സജീവൻ, ഈ വെർച്വൽ റാലിയുടെ ഉദ്ഘാടകനും പാർട്ടിയുടെ സമാദരണീയനായ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ ശ്രീ കെ സുരേന്ദ്രൻ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ പി വിഷ്ണുനാഥ്, സംസ്ഥാന മേഖലാ ജനറൽ സെക്രട്ടറി ശ്രീ ജിജേന്ദ്രൻ, സംസ്ഥാന സമിതി അംഗം ശ്രീ ദിനേശ് ബാബു, ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ എം മോഹനൻ, ഉപാധ്യക്ഷ ശ്രീ വിജയലക്ഷ്മി ടീച്ചർ, ജില്ലാ സെക്രട്ടറി ശ്രീ രാജീവ് കുമാർ, അതേപോലെ ഈ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് വിശിഷ്ടാതിഥികളെ, മാധ്യമ സുഹൃത്തുക്കളെ, നല്ലവരായ നാട്ടുകാരെ സുഹൃത്തുക്കൾ, മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ആരംഭിച്ച പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഉപവാസ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ രാജി ഉണ്ടാകുന്നതുവരെ ഈ സമരവുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുമെന്ന് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ സൂചിപ്പിക്കുക. അതുകൊണ്ട് ഈ സമരം മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നത് പ്രകൃതി ദുരന്തവും രാഷ്ട്രീയ ദുരന്തവും ഒരുമിച്ച് കേരളത്തിൽ വരികയാണ്. ഈ രണ്ട് ദുരന്തങ്ങളിൽ നിന്നും കേരളത്തിന് മോചനമുണ്ടാകണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ദുരന്ത നിവാരണ പ്രവർത്തനം ആരംഭിക്കും. എല്ലാ ദുരന്തത്തിൽ നിന്നുള്ള മോചനം എന്നുള്ളത് മുഖ്യമന്ത്രിയെ മാറ്റുക എന്നുള്ളതാണ്. ഇതാണ് കേരളത്തിലെ ജനങ്ങൾ നടത്തേണ്ട ദുരന്ത നിവാരണ പ്രവർത്തനം. അതിനു വേണ്ടിയിട്ട് ജാതി മത ഭേദമന്യേ മുഴുവൻ ജനങ്ങളെയും സംഘടിപ്പിക്കുക, ഈ സമരത്തോടൊപ്പം സഹകരിപ്പിക്കുക എന്നതാണ് ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന പ്രവർത്തനം. ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ജനാധിപത്യ വിശ്വാസികളുടെയും മനുഷ്യസ്നേഹികളുടെ സഹകരണവും സഹായവും ഉണ്ടാകണമെന്ന് ഞങ്ങൾ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഈ സമരവുമായി ഇന്ന് കാലത്ത് ആരംഭിച്ച, ഈ സമരവുമായി സഹകരിച്ച എല്ലാവരെയും ഈ സമയത്ത് അവർക്കെല്ലാവർക്കും ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഈ പരിപാടിയുടെ ഉദ്ഘാടക പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീമതി സരത് പാണ്ഡെയായിരുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് കാലത്ത് മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കുമ്മനം രാജശേഖർജിയായിരുന്നു. പരിപാടിയുടെ ഭാഗമായിട്ട് മുഖ്യ പ്രഭാഷണം നടത്തിയത് പാർട്ടിയുടെ സമാദരണീയനായ മുൻ സംസ്ഥാന അധ്യക്ഷനും അഖിലേന്ത്യാ സെക്രട്ടറിയും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയുമായ ശ്രീ വി മുരളീധരൻജി അവர்களായിരുന്നു. ഈ പരിപാടിയിൽ നിന്ന് സമാപന സമ്മേളനത്തിൽ വെർച്വൽ റാലി ഉദ്ഘാടനം ചെയ്തത് പാർട്ടിയുടെ സമാദരണീയനായ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അവர்களാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ നേതാക്കന്മാർക്കും ഞാൻ വ്യക്തിപരമായി അഗൈതവുമായ കൃതജ്ഞത പ്രകടിപ്പിക്കുകയാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഈ പരിപാടി സശ്രദ്ധം ശ്രമിച്ചിട്ടുള്ള, കണ്ടിട്ടുള്ള, പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും ഈ അവസരത്തിൽ മുഴുവൻ ആളുകൾക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു. പ്രത്യേകിച്ചും പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ ശ്രീ സജീവൻ, അതേപോലെ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ, അതേപോലെ തന്നെ മുഴുവൻ പാർട്ടി പ്രവർത്തകന്മാർക്കും അകൈതവുമായ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് മേലിലും ഈ പ്രക്ഷോഭങ്ങൾക്ക് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമേ എന്ന് വിനയപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് ഉണ്ടാകുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം.
ഉപവാസ സമരം അവസാനിക്കുന്നത് നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ സുപ്രസിദ്ധ സിനിമാ സീരിയൽ താരം ബഹുമാനരായ ഇല്ലിക്കട്ട് നമ്പൂതിരി അവർ കൃഷ്ണദാസിനും ഇവിടെ ഉപവാസം അനുഷ്ഠിച്ച ആളുകൾക്കും നാരങ്ങാനീര് നൽകുന്നതോടുകൂടിയാണ് ആ ചടങ്ങിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പായി 2 മിനിറ്റ് നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനനായ ഇല്ലിക്കട്ട് നമ്പൂതിരി ക്ഷണിക്കുന്നു. വേദിയിലുള്ള ആരാധകരായ സുഹൃത്തുക്കളെ, ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്താൻ എനിക്കറിയില്ല. ഒരു ചെറിയ വേദനയോടെയാണ് ഇവിടെ നിൽക്കുന്നത്. വിഷു കഴിഞ്ഞ് ഒരു നല്ല മഴ പെയ്യും. ആ മഴ പെയ്ത് കഴിഞ്ഞാൽ പറമ്പെല്ലാം ഒന്ന് കുളിർക്കും. കർഷക നൽകിയ ആനന്ദവും ആശ്വാസവുമായിരുന്ന സമയത്ത് അവരതിൽ വിത്ത് കിടക്കും. ആ ഒരു കർഷകൻ്റെ മനസ്സ് എന്തുകൊണ്ട് നമുക്കില്ലാതെ പോയി എന്നതാണ് എൻ്റെ സങ്കടം. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. അനുകൂലമായ സാഹചര്യങ്ങൾ നമുക്കുണ്ടായിട്ട് നമ്മളെന്തുകൊണ്ട് വിട്ടകറ്റിയില്ല എന്നെപ്പോഴും ഞാൻ ചോദിക്കുകയാണ്. ഒരിക്കൽ ആ ഹരിസാറുമായിട്ട് ഞാൻ കോഴിക്കോട് നിന്ന് കാഞ്ഞങ്ങാട് വരെ ഒരു കാറിൽ യാത്ര ചെയ്യുമ്പോൾ ആ സമയത്ത് അത്രയും ഞാൻ അദ്ദേഹത്തെ വിമർശിക്കുകയായിരുന്നു, വഴക്കു പറയുകയായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മുടെ മക്കൾക്ക് അമ്മ മകൻ്റെ വീട്ടിൽ കണ്ടിട്ട് പറയും, ഇന്നൊരു തുള്ളി വെള്ളം പോലും ഞാൻ നിനക്ക് തരില്ല എന്ന് പറയും. അങ്ങനെ അമ്മ പറയുമ്പോഴും അമ്മ ചെയ്യുന്നത് അന്നത്തെ അത്താഴത്തിനുള്ള അരി കഴുകി അവനും കൂടി അരി കഴുകി അടുപ്പത്തിടുകയാണ് ചെയ്യുന്നത്. മക്കളോട് സ്നേഹമുണ്ടാണ്. ഞാൻ പറയുന്ന വാക്കുകളും അങ്ങനെ എടുത്താൽ മതി. അമ്മ പറയുന്നതായിട്ട് തരികയാണ്. സാംസ്കാരിക രംഗം എന്തുകൊണ്ട് നമുക്ക് സജീവമാക്കാൻ സാധിച്ചില്ല? ബുദ്ധിരാക്ഷസന്മാരല്ലേ വാസ്തവത്തിൽ CPM-ലുള്ളത്? നിഷേധിക്കാൻ പറ്റില്ല. ഒരു നിമിഷം കൊണ്ട് കവിത എഴുതാനും തെരുവ് നാടകം എഴുതാനും കളിക്കാനും അവർക്കറിയാം. ഈ ഭരണം, ഇപ്പോൾ നടക്കുന്ന ഈ ഭരണം മറ്റൊരു പാർട്ടിയിലായിരുന്നെങ്കിൽ എത്ര തെരുവ് നാടകങ്ങൾ ഈ കേരളം മുഴുവനും അലയടിച്ചിട്ടുണ്ടാവുമെന്ന് ചിന്തിച്ചു നോക്കുന്നുണ്ട്. എന്തേ നമുക്കൊരു തെരുവ് നാടകം കളിക്കാൻ ആളില്ലാതെ പോയത്, അത് എഴുതാൻ അറിയാതെ പോയത്, ഒരു കവിത എഴുതാൻ അറിയാതെ പോയത്? നമ്മളാരെയും വളർത്തിയെടുത്തിട്ടില്ല. നമുക്കൊരു പത്രമുണ്ടല്ലോ, എന്താണ് പത്രത്തിൽ? ആ പത്രത്തിൻ്റെ കടലാസ് ഒരു എന്തിനു പോലും ഈ കാലം ഇത്രയുമായിട്ട് ഈ നിൽക്കുന്ന ഈ നൂറ്റാണ്ടിൽ കടലാസ് അതുപോലെയാണ് ഉള്ളത്. കാണുമ്പോൾ തന്നെ എടുത്തു നോക്കി വായിക്കാൻ തിരിയുന്ന രീതിയിലാണ് അതുള്ളത്. അതിൽ കൊടുത്ത ഫോട്ടോകൾ തെരഞ്ഞു നടന്നാൽ കാണുകയില്ല. കറുപ്പും ഒക്കെ ഒന്നും ഒരേ കളറായിരിക്കും.